സത്യദീനിന്റെ അന്ത്യപ്രവാചകൻ മുത്ത് മുസ്തഫ തങ്ങളുണർത്തി ഏകനാഥന്റെ അന്തിമവേദവും എന്റെ ചര്യയും പിന്തുടർന്നിടണേ. സത്യദീനിന്റെ അന്ത്യപ്രവാചകൻ മുത്ത് മുസ്തഫ തങ്ങളുണർത്തി ഏകനാഥന്റെ അന്തിമവേദവും എന്റെ ചര്യയും പിന്തുടർന്നിടണേ. ഇരുളിൻ വഴിയിൽ വെട്ടം തെളിയിക്കും അല്ലാന്റെ വാക്കുകളാം ഖുർആൻ. ഇരുളിൻ വഴിയിൽ വെട്ടം തെളിയിക്കും അല്ലാന്റെ വാക്കുകളാം ഖുർആൻ. അതിൻ വ്യാഖ്യാനമാണല്ലോ സുന്നത്ത്, അത് ദീനിന്റെ പൂർണ്ണതയ്ക്കാജത്ത്. ഇത് അറിയാതെ പോകുന്നതാപത്ത്, പരലോകത്തിലെന്നും മുസീബത്ത്. സത്യദീനിന്റെ അന്ത്യപ്രവാചകൻ മുത്ത് മുസ്തഫ തങ്ങളുണർത്തി ഏകനാഥന്റെ അന്തിമവേദവും എന്റെ ചര്യയും പിന്തുടർന്നിടണേ. ഏകൻ മൊഴിഞ്ഞു നിങ്ങൾക്ക് മാതൃകയുണ്ട്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വകഫാ ബില്ലാഹി ഷഹീദ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസ്സായിലീൻ. വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ, ദര ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡന്റ് വി കെ സക്കരിയ സാഹിബ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകമാരംഭിച്ചതു മുതൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി വ്യത്യസ്തമായ ദേശങ്ങളിലേക്ക് പടച്ച റബ്ബ് അവൻ്റെ സന്ദേശം എത്തിക്കുവാൻ വേണ്ടി ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിലൊന്നടങ്കം വിശ്വസിക്കുക എന്നതും ആ പ്രവാചകന്മാരെ സ്വീകരിക്കുക എന്നതും ആ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നതും ഒരു മുസ്ലിമിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അക്കൂട്ടത്തിൽപ്പെട്ടൊരു പ്രവാചകനാണ് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. വളരെ വിശദമായി തന്നെ 12-ാമത്തെ അധ്യായം സൂറത്തു യൂസുഫ്, ആ സൂറത്തു യൂസുഫിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. ആ സൂറത്തിൻ്റെ ആദ്യത്തിൽ പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്തി, ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൽ ലിസ്സായിലീൻ. തീർച്ചയായും മനുഷ്യരെ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിലും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിലും ചോദിച്ചു വരുന്നവർക്ക്, അത് പഠിക്കാൻ തയ്യാറാകുന്നവർക്ക്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറാകുന്നവർക്ക് പാഠമുണ്ട് എന്ന്, ദൃഷ്ടാന്തമുണ്ട് എന്ന് പടച്ച റബ്ബ് സൂറത്ത് യൂസുഫിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അഥവാ സൂറത്ത് യൂസുഫിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സവിസ്തരം വിശദീകരിക്കുകയാണ്. നമുക്കറിയാം, വളരെ കുറച്ചു സമയം മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇനി അവശേഷിക്കുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ സൂറത്ത് യൂസുഫ് ഒന്നടങ്കം വിശദീകരിച്ച് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം മുഴുവനായി വിശദീകരിക്കുക സാധ്യമല്ല. മറിച്ച് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ആ
വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക മാത്രമാണ് ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. നാം മനസ്സിലാക്കണം, മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചുറുചുറുക്കുള്ളൊരു യുവാവായിരുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോഴേക്കും ആ പട്ടണത്തിലെ യുവതികളുടെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് തൻ്റെ കൈകൾ പോലും മുറിഞ്ഞുപോയതറിയാൻ സാധിക്കാത്ത രൂപത്തിൽ അത്രയ്ക്കും സൗന്ദര്യത്തിൻ്റെ നിറകുടമായ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചുറ്റുപാടും നിറഞ്ഞു നിന്ന അധർമ്മങ്ങൾ, നിറഞ്ഞു നിന്ന തിന്മകൾ, ആ തിന്മകളോട് ജീവിതത്തിൻ്റെ അവസാനം വരെ പോരാടി ആ രൂപത്തിൽ ധീരമായി പൊരുതിയ ഒരു ധീരമുജാഹിദായിരുന്നു മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്കറിയാം, അദ്ദേഹം കൊട്ടാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭം എല്ലാവിധ സുഭിക്ഷമായ ഭക്ഷണവും ഇഷ്ടപ്പെട്ട വസ്ത്രവും നല്ല രൂപത്തിലുള്ള സുഖസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോടൊരു ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിങ്കലേക്ക് ഇരു കരങ്ങളും നീട്ടി ദുആ ചെയ്യുന്നുണ്ട്. എന്താ ദുആ എന്നറിയോ? ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. പടച്ച റബ്ബേ, എന്നെ ഇതാ ചില സ്ത്രീകൾ ചില കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. ആ സ്ത്രീകൾ ക്ഷണിക്കുന്ന വിഷയത്തെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് നാദാ ജയിലറയാണ്, നാദാ തടവറയാണ്. വഇല്ലാ തസ്രിഫു അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന. ഇനി അവരുടെ കുതന്ത്രത്തിൽ നിന്നും നീ എന്നെ തിരിച്ചുവിട്ടിട്ടില്ല എങ്കിൽ, നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അസ്ബു ഇലൈഹിന്ന, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഞാനും തെറ്റുകാരനായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വഅക്കുമിനൽ ജാഹിലീൻ, ഞാൻ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും നാദാ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ആരാ ദുആ ചെയ്യുന്നത്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെ വെച്ചാ ദുആ ചെയ്യുന്നത്? കൊട്ടാരത്തിൽ ജീവിക്കുന്ന സമയം, എല്ലാവിധ സുഖസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്താ പറയുന്നത്, ഈ കൊട്ടാര സദൃശ്യമായ ജീവിതത്തെക്കാളും എനിക്ക് വലുത് നാദാ തടവറ തന്നെയാണ്, അതിനേക്കാളും എനിക്കിഷ്ടം നാദാ തടവറ തന്നെയാണെന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. നേരത്തിന് ഭക്ഷണം ലഭിക്കാത്ത, ഇഷ്ടപ്പെട്ട വസ്ത്രം ലഭിക്കാത്ത, ആ രൂപത്തിലുള്ള സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാത്ത തടവറയാണ് നാദാ ഈ കൊട്ടാരത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, യുവതികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, മുഴുവൻ ആളുകളോടും ചോദിക്കുന്നു, നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ദുആ പടച്ച റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകമെന്താ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം താമസിച്ചു കൊണ്ടിരിക്കുന്ന അതേ കൊട്ടാരത്തിൽ തന്നെയാണ് ഒരു സുന്ദരിയായ യുവതിയുണ്ട്, ഒരു സുന്ദരിയായ ചെറുപ്പക്കാരിയുണ്ട്. ഇംറഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതേ ആ അസീസിന്റെ ഭാര്യ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്, തെറ്റിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ രൂപത്തിലുള്ള തിന്മയിലേക്ക് മാടി വിളിച്ചപ്പോ ആ സമയത്ത് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ആ രംഗം വഗല്ലക്കത്തിൽ അബ്വാബ്, വാതിലുകൾ കൊട്ടിയടച്ചു. എന്നിട്ടോ വക്കാലത്ത് ഹൈത്തല, ഇങ്ങോട്ട് വാ യൂസുഫ്, ഇവിടെ ആരും കാണാനില്ല, ഒരാളും അറിയാനില്ല. നാം ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തി ഒരാളും അറിയില്ല, ഒരാളും കാണില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഒരു സാഹചര്യവും സന്ദർഭവും നമുക്കനുകൂലമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്നിലേക്ക് വാ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു പെണ്ണുമാടി വിളിക്കുകയാ. ആലോചിക്കണം, ചോദ്യം ചെയ്യപ്പെടുന്ന, ഈമാൻ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭം, ഏതൊരു യുവാവും പതറിപ്പോകുന്ന സന്ദർഭം. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം മാത്രവുമല്ല, ഒരു പെണ്ണാണ് വിളിക്കുന്നത്. എല്ലാവിധ സാഹചര്യങ്ങളും എല്ലാവിധ സന്ദർഭങ്ങളും തനിക്കനുകൂലമായി വന്ന സാഹചര്യം, തെറ്റിലേക്ക് പൂർണ്ണമായും ചാഞ്ഞു പോകാൻ ആ രൂപത്തിലുള്ള സാഹചര്യത്തിൽ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ചും ദുആ ചെയ്യുന്നു പടച്ച റബ്ബിനോട്, ഖാല മആദല്ലാഹ്, അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തണം,
നിന്നിലേക്കല്ലാതെ ഭയമില്ല, നിന്നിലേക്ക് ഞാനിതാ ഭയം തേടുന്നുവെന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. തീർന്നില്ലല്ലോ, പിന്നീടതാ ആ പട്ടണത്തിലെ മറ്റു സ്ത്രീകൾ കൂടി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ണുവെച്ചപ്പോഴാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്ത്രീകളുടെ തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. നാഥാ, ഇതിനേക്കാൾ എനിക്കുത്തമം ജയില് തന്നെയാണ് നാഥാ, നാഥാ ഇതിനേക്കാളും എനിക്കിഷ്ടം തടവറ തന്നെയാണ് നാഥാ എന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് ദുആ ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരിക, ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വരിക, നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കുക. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഏതൊരു തിന്മയെയാണോ ഭയപ്പെട്ടത്, ഏതൊരു തിന്മയിൽ നിന്നാണോ രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹുവിലേക്ക് അഭയം ചോദിച്ചത്, അതേ ആ തിന്മകളെല്ലാം 1000 മടങ്ങ് ശക്തിയിൽ നമ്മുടെ ചുറ്റുപാടും വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവിധ തിന്മകളും നമ്മുടെ ചുറ്റുപാടിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതൊക്കെ നാം കാണുന്ന രൂപത്തിൽ, നാം കേൾക്കുന്ന രൂപത്തിൽ, നാം അറിയുന്ന രൂപത്തിൽ, നാം ചിന്തിക്കുന്ന രൂപത്തിൽ. അതേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ ഒരു പെണ്ണാണ് വന്നതെങ്കിൽ, ഏതാനും കൂട്ടാളികളാണ് വന്നത് എങ്കിൽ, ഇന്നതാ അതിന്റെ 100 മടങ്ങ് ശക്തിയിൽ നമ്മെ വശീകരിക്കാൻ ആ രൂപത്തിലുള്ള തിന്മകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവിധ അധർമ്മങ്ങളും എല്ലാവിധ വൃത്തികേടുകളും നമ്മുടെ അടുക്കളയിലേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക്, നമ്മുടെ തീന്മേശയിലേക്ക് എല്ലാ രൂപത്തിലും കടന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, യൂസുഫിനെ കുറിച്ച് ഓർക്കണം, യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഓർക്കണം, യൂസുഫ് എന്ന നേതാവിനെ കുറിച്ച് ഓർക്കണം. തിന്മകൾ ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമായി വന്നപ്പോ അതിൽ നിന്ന് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്ത് മാറിപ്പോയ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം ഓർക്കണം സഹോദരങ്ങളെ. പക്ഷേ ഇന്ന് യൂസുഫിനെ ജനങ്ങൾ മറന്നുപോയി. ഇന്ന് യുവാക്കൾ യൂസുഫിനെ മറന്നു, യുവതികൾ യൂസുഫിനെ മറന്നു. യൂസുഫിന്റെ ചരിത്രം പഠിക്കാൻ കേവലം കഥാപ്രസംഗത്തിലൂടെ മാത്രം അവതരിപ്പിച്ച് അത് കേട്ടിമ്പമാർന്ന പാട്ടിലൂടെ കേട്ടാസ്വദിച്ച് പിരിഞ്ഞു പോകുന്ന രൂപത്തിലേക്ക് മാറിപ്പോയി സമൂഹം. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നൈമിഷികമായ ജീവിതമല്ല നമുക്ക് വലുത്, കേവലം നിസ്സാരമായ ജീവിതമല്ല നമുക്ക് വലുത്. അതാ നമ്മെ കാത്തിരിക്കുന്ന സ്വർഗം, അതാ പടച്ച റബ്ബ് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഈ ചിന്തയാ നമ്മെ നയിക്കേണ്ടത്. ഏത് സമയത്തും അല്ലാഹ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇല്ല ഒരാളും കാണുന്നില്ല എന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ നാഥൻ നമ്മെ കാണുന്നുണ്ട്. ഒരാളും അറിയില്ല എന്ന് നമുക്ക് തോന്നിയാലും നമ്മുടെ നാഥൻ നമ്മെ കാണുന്നുണ്ട് എന്നൊരു ചിന്ത അല്ലേ. അടച്ചിട്ട റൂമ, നമ്മുടെ മുന്നിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അതിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, യൂട്യൂബ് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരാളും അത് അറിയാനില്ല. നമ്മുടെ മൊബൈലിൽ ആരും അറിയാതെ യൂട്യൂബ് ആസ്വദിക്കാനുള്ള അനുവാദം, അതിനുള്ള അവകാശവും നമുക്കുണ്ട്. പക്ഷേ ആര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും നമ്മുടെ നാഥനറിയാതെ എനിക്കത് കാണാൻ കഴിയില്ല. ആരറിഞ്ഞില്ലെങ്കിലും എന്റെ നാഥനത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു ചിന്ത. ഈ ചിന്ത മാത്രമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവാക്കളെ, യൂസുഫിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഗുഹാവാസികളുടെ സംഭവം. 3 ആളുകൾ യാത്ര പോകാം. ആ 3 ആളുകൾ ആ ഗുഹയിലകപ്പെട്ട സന്ദർഭത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് വന്നപ്പോ അതാ ആ 3 ആളുകളും തങ്ങളുടെ മുൻകാല ജീവിതത്തിൽ ചെയ്തു വെച്ച നല്ല നല്ല കർമ്മങ്ങൾ തവസ്സുലാക്കി പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്യുകയാണ്. അതേ, അതിൽ 3-ാമനായ മനുഷ്യൻ പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, നാഥാ എനിക്കൊരു പുത്രിയുണ്ടായിരുന്നു, ഞാൻ അവളെ സ്നേഹിച്ചു. ഈ ലോകത്ത് ഒരു പുരുഷൻ ഒരു പെണ്ണിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതിനേക്കാളേറെ ഞാൻ അവളെ സ്നേഹിച്ചു. എന്റെ ആഗ്രഹം പലതവണ ഞാൻ അവളോട് പറഞ്ഞു, പക്ഷേ എനിക്കവള് വഴങ്ങിയില്ല, എനിക്കവള് കൂട്ടാക്കിയില്ല, എന്നിൽ നിന്ന് അവൾ മാറിപ്പോയി. അവസാനം സാമ്പത്തികമായ പ്രയാസം അവൾക്ക് വന്നപ്പോ, ആ സാമ്പത്തികമായ സഹായം എന്നോട് ആവശ്യപ്പെട്ടപ്പോ ഞാൻ അവളോട് പറഞ്ഞു, ഒരുപാട് കാലമായില്ലേ എന്റെ ആഗ്രഹം നിന്നോട് ഞാൻ പറയുന്നു, നീ മാറിപ്പോവുകയല്ലേ പതിവ്, നിന്നെ ഞാൻ സഹായിക്കാം, എന്റെ ആഗ്രഹത്തിന് നീ കീഴ്പ്പെടണം, എനിക്ക് നീ കീഴ്പ്പെടണം എന്ന് പറഞ്ഞ സന്ദർഭം. ആ സമയത്ത് നിവൃത്തിയില്ലാത്ത പാവം പെൺകുട്ടി ആ മനുഷ്യന് കീഴ്പ്പെട്ട രംഗത്തിലതാ. ആ സമയത്ത് ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു പോലും, അല്ലാഹനെ ഭയപ്പെടണേ, ഒരാളും കാണാനില്ല, നിന്റെ ആഗ്രഹമായിരിക്കാം, നിന്റെ അഭിലാഷമായിരിക്കാം, പക്ഷേ അള്ളയുണ്ട് കേട്ടോ, അള്ള കാണുന്നുണ്ട് കേട്ടോ, അള്ള അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിയമത്തോടു കൂടിയല്ലാതെ എന്നെ
പീഡിപ്പിക്കല്ലേ. പടച്ച റബ്ബിനോട് ആ മനുഷ്യൻ പറയുന്ന, നാഥ, ഒരുപാട് കാലമായി എന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹം, റബ്ബേ നിന്നെ സൂക്ഷിക്കണമെന്ന വാചകം കേട്ടപ്പോ മാറ്റിവെച്ചു നാഥ ആ ആഗ്രഹങ്ങളെല്ലാം. അതെല്ലാം മാറിപ്പോയി നാഥ, അതിൽ ഞാൻ പിന്തിരിഞ്ഞു പോയി എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്ന രംഗം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതായിരിക്കണം വിശ്വാസികളുടെ നമ്മുടെ ജീവിതം. ആര് കണ്ടില്ലെങ്കിലും നാഥൻ കാണും. ഇത്തഖുല്ലാ എന്ന വാചകം നമ്മുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് ഇടയ്ക്കിടെ തേടി നമ്മുടെ മനസ്സിലേക്ക് വരണം. അതേ, റബ്ബ് നമ്മളെ കാണുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് 7 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞല്ലോ. തങ്ങൾ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു, വറജുലുൻ ദഅതുഹു ഇംറാത്തുൻ ദാതു മുൻസിബിൻ വജമാൽ. അതേ, ഒരു പുരുഷനേതാ ഒരു പെണ്ണ് മാടി വിളിക്കുകയാണ്, സുന്ദരിയായ തറവാടിത്തമുള്ള പെണ്ണ്. പക്ഷേ ആ മനുഷ്യനിതാ പറഞ്ഞു പോയി, ഫഖാൽ ഇന്നി യഖാഫുല്ലാ, ഇല്ല, എനിക്ക് നിന്നിലേക്ക് വരാൻ അധികാരമില്ല, കാരണം പടച്ച റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നതാ മാടി വിളിക്കുകയാണ് നമ്മെ. നേർക്ക് നേരെയും അല്ലാതെയും ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്ത്രീകളതാ പല രൂപത്തിലുള്ള കോലത്തിലും ഭാവത്തിലും പുതിയ രൂപത്തിലും ഭാവത്തിലും നമ്മ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയെന്ന അശ്ലീലമായ രംഗങ്ങളിലൂടെ, സീരിയലിലൂടെ, അതേപോലെയുള്ള റേഡിയോകളിലൂടെ നമ്മ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സൗന്ദര്യം നാം പലപ്പോഴും വിസ്മയിച്ചു പോകാൻ കാരണമാകുന്നു. അവരുടെ സംസാരങ്ങൾ, അവരുടെ കൊഞ്ചലുകൾ, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെയും തിന്മയിലേക്ക് പോകാൻ കാരണമാകുന്നുണ്ടെങ്കിൽ വേണ്ട പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് അതൊന്നും അശ്ലീലമായ രംഗങ്ങൾ കാണാൻ ഒരിക്കലും ഓർമ്മയോടെ മനഃപൂർവ്വം ഒരിക്കലും പ്രിയപ്പെട്ടവരെ സാധ്യമാകരുത്. നാം മനസ്സിലാക്കണം, ഇല്ല, സിനിമ കണ്ട കണ്ണുകൊണ്ടൊരിക്കലും സ്വർഗത്തിന്റെ ആനന്ദകരമായ രംഗങ്ങൾ കണ്ടാസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. ഇല്ല, മ്യൂസിക് കേട്ട കാതുകൊണ്ട് സ്വർഗീയ നാദം ആസ്വദിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേണ്ട പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ തലമുറ നോക്കൂ, ജീവിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെണ്ണന്മാർ, വേണ്ട, പലപ്പോഴും ഖുതുബകളും ക്ലാസുകളും എല്ലാം കേട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം പോലും പലപ്പോഴും പിടിച്ചു നിർത്താൻ പറ്റാത്ത രൂപത്തിൽ മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ആ രൂപത്തിലുള്ള തിന്മകളും അധർമ്മങ്ങളുമാ നമ്മ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ രഹസ്യ പരസ്യ ജീവിതം ഒരുപോലെ നാഥനെ ഭയപ്പെട്ട് ആ നാഥനിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. മറക്കരുത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ. തിരിച്ചു വരിക നിങ്ങൾ യൂസുഫിന്റെ ചരിത്രത്തിലേക്ക്. അതാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുകയാ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം 2 ചെറുപ്പക്കാർ കൂടെ പ്രവേശിപ്പിക്കപ്പെട്ടു. ആ 2 ചെറുപ്പക്കാർ സ്വപ്നം കാണുകയാ. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാൻ വേണ്ടി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടപ്പോ അതാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മുന്നിൽ കിട്ടിയ ഏറ്റവും നല്ല അവസരം അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. യാ സ്വാഹിബയ്യ സിജ്ന്. അതാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്, ഈ സിജ്നിലെ, ഈ തടവറയിലെ എന്റെ ചങ്ങാതിമാരെ, അർബാബ് മുത്തഫർരിഖൂന ഖൈർ, ഭിന്നരായ ഒരുപാട് റബ്ബുകളാണോ നിങ്ങൾക്ക് ഉത്തമം? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ സർവാധിപതിയായ അല്ലാഹുവായ ഏകദൈവത്തെ സ്വീകരിക്കലാണോ നിങ്ങൾക്ക് ഉത്തമമെന്ന് മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു. അതേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർത്തവ്യം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്നു. അതേ ദഅവത്ത് നിർവഹിക്കുന്നു, അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. തടവറയാണല്ലോ, ജയിലാണല്ലോ, ഉദ്ദേശിക്കുന്നില്ല, തീരുമാനിച്ചില്ല, വിചാരിച്ചില്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കിട്ടിയ സന്ദർഭം അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ, കിട്ടിയ സന്ദർഭം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ, കിട്ടിയ സന്ദർഭം ദഅവത്ത് എന്ന ഈ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഉത്തമമായ കർമ്മം നിർവഹിക്കാൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, ദഅവത്ത് എന്ന് പറയുന്നത്, അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്നത് എല്ലാവരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും കുട്ടികളുടെയും മുഴുവൻ ആളുകളുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. അതിൽ നിന്നൊരാളും മാറി നിൽക്കരുത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയണം, നമ്മളാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളുകൾ. അറിയിച്ചു കൊടുക്കണം. നമുക്കറിയാലോ, ഇതാ ഇന്ന് ഈ വീക്കിന്റെ അവസാന ദിവസമാ, അടിച്ചു പൊളിക്കുകയാണ് പലരും.
സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാ പലരും, ഏഷണികളും പരദൂഷണങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാ പലരും, അധർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാ പലരും, തിന്മകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ പലരും, മദ്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാ പലരും, വ്യഭിചാരത്തിന് വേണ്ടി ഊഴം കാത്തിരിക്കുകയാ പലരും നമ്മുടെ ചുറ്റുഭാഗത്ത്. പക്ഷേ അതിൽ നിന്നും പടച്ച റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തി ഈ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ മറക്കരുത്, സഹോദരിമാരെ മറക്കരുത്. നമ്മുടെ ഉത്തരവാദിത്തമാ. ഇതറിയാത്ത ആയിരങ്ങൾക്ക് ഇതെത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മളറിയണം ഇതെത്തിച്ചു കൊടുക്കാൻ. ഇനി പ്രവാചകന്മാർ വരില്ല, ഇല്ല. ഇനി ഒരു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരില്ല, ഇല്ല. ഇനി ഒരു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരില്ല, ഇനി ഒരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരില്ല. എന്റെ ഉത്തരവാദിത്തമാ, നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാ. ആരൊക്കെ മാറി നിന്നാലും ശരി, ആരൊക്കെ തടസ്സം നിന്നാലും ശരി, അല്ലാഹുവിന്റെ ദീനായത്, പടച്ച റബ്ബിന്റെ ദീനായത്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു പൂർത്തിയാക്കുന്ന ഈ ദീനിനെ ആർക്കൊക്കെ വിരോധമുണ്ടായാലും ആരൊക്കെ വെറുപ്പ് പ്രകടിപ്പിച്ചാലും ശരി, നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ, യാതൊരു സംശയവും വേണ്ട, അല്ലാഹുവിന്റെ വാഗ്ദാനമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളെ അവസാനിപ്പിക്കട്ടെ, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. നമ്മുടെ യുവത്വം ചോദ്യം ചെയ്യും. ഇന്ന് മരിച്ചാൽ നാളെ പരലോകത്തേക്ക് യാത്രയാകുമ്പോ അല്ലാഹുവിന്റെ മുന്നിൽ ഒരുമിച്ച് നിൽക്കുമ്പോ അല്ല ചോദിക്കും, ഞാൻ ആയുസ്സെന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ, നാഥാ ഈ ദീനെത്തിക്കാൻ 1 മണിക്കൂറെങ്കിലും ചെലവഴിച്ചു എന്ന് പറയാൻ, ആത്മാർത്ഥമായി ചെലവഴിച്ചു എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നമുക്കൊന്നിച്ചു പോകണം, എല്ലാവരും ഒന്നിക്കണം, ആദർശത്തിന്റെ പേരിൽ ഒന്നിക്കണം, ആദർശത്തിന്റെ പേരിൽ ഐക്യമുണ്ടാകണം. അതെ, സത്യമൊന്നേയുള്ളൂ, യഥാർത്ഥ ആദർശം ഒന്നേയുള്ളൂ. ആ ആദർശം മുറുകെ പിടിച്ച് അവസാന ശ്വാസം വരെ മുന്നേറാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കണം. അതെ, ഒന്നിച്ചുള്ള ഈ ചുറ്റുപാടിലെ ആളുകൾക്ക് ഈ ദഅവത്ത് എത്തിച്ചു കൊടുക്കുന്ന ബാധ്യത നിറവേറ്റാൻ ഈ കൂട്ടായ്മ കാരണമാകണം. ഈ സംഗമം, ഈ തസ്കിയത്ത് ക്യാമ്പസ് സാധ്യമാകണം, കാരണമാകാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, മാറി നിൽക്കണം. അനാവശ്യമായ മുഴുവൻ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കണം. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് പറയണ്ട, ഒരാളെയും വ്യക്തിപരമായി തേജോവധം ചെയ്യണ്ട, അറിയാത്ത കാര്യങ്ങൾ ഒരാളും പറയണ്ട. പലപ്പോഴും ഇന്ന് അങ്ങനെയാണല്ലോ, പറയുന്നു ഞാൻ, കേൾക്കുന്നു നിങ്ങൾ, അപ്പോഴേക്കും നിങ്ങൾ ആയിരങ്ങളിലേക്ക് എത്തിക്കുന്നു, ആയിരങ്ങളിലേക്ക് മെയിൽ എത്തിക്കുന്നു, ആയിരങ്ങളിലേക്ക് ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നു. അറിഞ്ഞിട്ടുണ്ടാവില്ല പാവം, ഉറക്കത്തിൽ പോലും അറിയാത്ത കാര്യങ്ങളാ പടച്ചുവിടുന്നത്, അടിച്ചുവിടുന്നത്. ഇല്ല പ്രിയപ്പെട്ടവരെ, പറയുന്ന ഒരു വാചകം പോലും അത് സൂക്ഷ്മ നിരീക്ഷകരായ മാലാഖമാർ അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പടച്ച റബ്ബ് പറയുമ്പോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അതേ, കാലുകൾ ഒരു ദിവസം വരാനുണ്ട്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നിങ്ങളുടെ വായക്ക് സീൽ വെക്കുന്ന ദിവസം, നിങ്ങളുടെ കൈകൾ സംസാരിക്കുന്ന ദിവസം, നിങ്ങളുടെ കാലുകൾ നിങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്ന ദിവസം. അന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരോടും എന്നോടെന്ന പോലെ ഈ വിഷയം, ഈ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോ ഈ ശബ്ദം കേൾക്കുന്ന, ഇപ്പോൾ കേൾക്കുന്ന, ഭാവിയിൽ കേൾക്കുന്ന മുഴുവൻ ആളുകളോട് പറയുന്നു, പറഞ്ഞു പോകരുത്. അറിയാത്തൊരു വാചകം പോലും ഒരാളെ കുറിച്ചും, പ്രത്യേകിച്ച് വ്യക്തിപരമായ വിഷയത്തിൽ പറയല്ലേ എന്ന് മാത്രമാ പറയാനുള്ളത്. നമ്മുടെ ബാധ്യത നസീഹത്തോടുകൂടി, നേരത്തെയുള്ള പ്രഭാഷണത്തിൽ നിങ്ങൾ കേട്ടല്ലോ, ഒരു പ്രബോധകന്റെ ഗുണങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് നസീഹത്തുണ്ടാവുക എന്നത്. പാടില്ല പ്രിയപ്പെട്ടവരെ, നസീഹത്തില്ലാത്തൊരു വാചകം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്ത് പറയുമ്പോഴും, എന്ത് പ്രവർത്തിക്കുമ്പോഴും, ആരോടൊരു ലഘുരേഖ കൊടുക്കുമ്പോഴും, ആരിലേക്ക് സന്ദേശം കൈമാറുമ്പോഴും, ആരെയൊക്കെ ഈ ക്ലാസ്സിലേക്ക് വിളിക്കുമ്പോഴും, അപ്പോഴൊക്കെയും ഒരാളെയും തോൽപ്പിക്കാനല്ല, എവിടെയും ജയിക്കാനല്ല, നസീഹത്ത് മാത്രം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ജയിക്കാൻ മാത്രം. അതുകൊണ്ട് നാം പഠിക്കണം, നമ്മൾ അറിയണം. ഇവിടെ ഇതാ ഒരുപാട് ക്ലാസുകൾ, ഈ ക്ലാസിനെ കുറിച്ച് കൂടെ നമ്മൾ അറിയണം. ആ ക്ലാസിനെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട്, ആ ക്ലാസ് കൂടെ നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ തന്നെ സുബഹിക്ക് ശേഷം ഇവിടെ പുരുഷന്മാർക്ക് ഖുർആൻ ക്ലാസ് ഉണ്ട്. അതേ, ജുമാ ഖുത്ബ മലയാള ഭാഷയിൽ തന്നെ നമുക്ക് കേൾക്കാനുള്ള സൗകര്യം നമ്മുടെ ദേരയിലുള്ള പള്ളിയുണ്ട്. അതേപോലെ തന്നെ അസറിന് ശേഷം ഖുർആൻ ഒരു വാചകം പോലും, ഒരു വാക്ക് പോലും വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുന്ന ക്ലാസ് അസറിന് ശേഷമുണ്ട്. മഗ്രിബിന് ശേഷം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പൊതു ക്ലാസ് ഉണ്ട്. ഇശാക്ക് ശേഷം ഫിഖ് പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട്. അതേ, ശനിയാഴ്ച ദിവസം രാവിലെ മുതൽ പിന്നെ 1:30 വരെ മദ്രസയാണ്. അത് കഴിഞ്ഞ് അസറിന് ശേഷം മഗ്രിബ് വരെ
പിന്നെ ഹിഫ്ള് ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിൽ പങ്കെടുക്കാം. അതിൽ പങ്കെടുത്ത് ഖുർആൻ മനഃപ്പാഠമാക്കാം. അതേ ശനിയാഴ്ച തന്നെ മഗ്രിബിന് ശേഷം സ്ത്രീകൾക്ക് മാത്രമായി ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്. അതേ ദിവസം ഇശാക്ക് ശേഷം പുരുഷന്മാർക്ക് അഖീദ ക്ലാസ് ഉണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസം രാവിലെ 9 മുതൽ 11 വരെയുള്ള ടൈമിൽ ആ സമയത്ത് നഹ്വ് ക്ലാസും അതേപോലെ തന്നെ ഖുർആൻ ക്ലാസും സ്ത്രീകൾക്ക് മാത്രമായിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് ഇശാക്ക് ശേഷം നമ്മൾ അൽഫുത്തൈ മസ്ജിദിൽ പുരുഷന്മാർക്ക് ക്ലാസ് ഉണ്ട്. അതേസമയം ഇവിടെ പുരുഷന്മാർക്ക് ഗ്രാമർ ക്ലാസ് ഉണ്ട്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷം പുരുഷന്മാർക്ക് ഇവിടെ ലേണിംഗ് ക്ലാസ് ഉണ്ട്. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷം പുരുഷന്മാർക്ക് ഇവിടെ ഹദീസ് ക്ലാസ് ഉണ്ട്. പിറ്റേ ദിവസം ബുധനാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പൊതു ക്ലാസ് ഉണ്ട്. പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ 9 മുതൽ 11 വരെ സ്ത്രീകൾക്ക് മാത്രമായി ഹദീസ് ക്ലാസും ഖുർആൻ ക്ലാസും ഉണ്ട്. അതേ ദിവസം തന്നെ വ്യാഴാഴ്ച തന്നെ ഇശാ നമസ്കാരത്തിന് ശേഷം ഖാലിദ് മസ്ജിദിൽ പുരുഷന്മാർക്ക് മാത്രമായി ഖുർആൻ ക്ലാസ് ഉണ്ട്. അതേസമയം ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ഒരു ഫാമിലി ക്ലാസ് തന്നെ നമ്മൾ സംഘടിപ്പിക്കാൻ പോകുന്നു. ഇങ്ങനെ നിരന്തരമായി എല്ലാ ദിവസവും അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്ന ക്ലാസ് ഇവിടെ നടക്കുമ്പോ ഒരാളും അറിയാതെ പോകരുത് എന്നതുകൊണ്ട് ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ അതുകൂടെ നിങ്ങളെ കേൾപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, നമ്മൾ അറിയണം. നമ്മൾ ഹക്കിന്റെ ഭാഗത്ത് ഹക്കേതാണെന്ന് മനസ്സിലായാൽ അതിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതാർക്കേ സാധിക്കൂ? അത് ഖുർആൻ പഠിച്ചാലേ, അത് ഹദീസ് പഠിച്ചാലേ, കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ സാധിക്കൂ. അതുകൊണ്ട് ഒരു ഭൗതികമായ സാഹചര്യവും ഹക്ക് സ്വീകരിക്കുന്ന വിഷയത്തിൽ തടസ്സമാകരുത് എന്നുകൂടെ അവസാനമായി ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ ജോലി തടസ്സമായി കൂടാ ഹക്ക് സ്വീകരിക്കുന്ന വിഷയത്തിൽ. നമ്മുടെ സമ്പാദ്യങ്ങളോ അതേപോലെ തന്നെ സാമ്പത്തികമായ സ്രോതസ്സുകളോ നമ്മുടെ അധികാരങ്ങളോ നമ്മുടെ സ്ഥാനങ്ങളോ ഒരിക്കലും തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹക്ക് സ്വീകരിക്കുന്ന വിഷയത്തിൽ തടസ്സമാകരുത് എന്ന് മാത്രമാണ് ഈ അവസാന സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പരന്നു കിടക്കുകയാണ്. അത് പഠിക്കാൻ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അങ്ങനെ രഹസ്യ പരസ്യ ജീവിതം ഒരുപോലെ അല്ലാഹുവിനെ ഭയപ്പെട്ട് അല്ലാഹുവിന്റെ ദീനിൽ സമർപ്പിച്ച് അവസാന ശ്വാസം വരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദിന് വേണ്ടി ജീവിച്ച്, ഈ ആദർശത്തിന് വേണ്ടി ജീവിച്ച്, ഈ ആദർശത്തിലൂടെ മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകലമായ തിന്മകളും തെറ്റുകുറ്റങ്ങളും സർവാധിനാഥനായ പടച്ചറബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. പല സഹോദരങ്ങളും സന്താനങ്ങളില്ലാത്ത മക്കളില്ലാത്ത പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന, ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന നല്ല ഇണകളെയും മക്കളെയും നാഥാ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സത്യത്തിലേക്ക്, നന്മയിലേക്ക്, തൗഹീദിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും കുടുംബക്കാരെയും ഇണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നാഥാ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. തിന്മയിലേക്ക്, ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും പണ്ഡിതന്മാരും നേതാക്കന്മാരും നാഥാ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും, ഞങ്ങളുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും എല്ലാ അർത്ഥത്തിലും നാഥാ നീ അവർക്ക് ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുർരിയാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.